രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായ ഇൻഡിഗോ നേരിട്ട കനത്ത യാത്രാ പ്രതിസന്ധിയിൽ സിഇഒ പീറ്റർ എൽബേസ് കുറ്റസമ്മതം നടത്തി. വ്യോമയാന മന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടന്ന നിർണായക കൂടിക്കാഴ്ചയിലാണ് കമ്പനിക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചതായി അദ്ദേഹം സമ്മതിച്ചത്. ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കിയ ഈ സംഭവത്തിൽ സിഇഒയ്ക്കെതിരെ കടുത്ത നടപടി ഉറപ്പാക്കണമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നും പുറത്തുവരുന്ന സൂചന. പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് സിഇഒ പീറ്റർ എൽബേസ് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും ജോലി സമയം സംബന്ധിച്ചാണ് ഈ ചട്ടങ്ങൾ. ഇവരുടെ വിശ്രമവും സുരക്ഷിതമായ പറക്കലും ഉറപ്പാക്കാനാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത്. പുതിയ സമയക്രമത്തിനനുസരിച്ച് മതിയായ ജീവനക്കാരെ നിയമിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു. അതോടൊപ്പം ഈ പരിമിതികൾ നിലനിൽക്കെ തന്നെ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്നും സിഇഒ വിശദീകരിച്ചതായി വിവരമുണ്ട്. ജീവനക്കാരുടെ കുറവും വർദ്ധിച്ച സർവീസുകളും കാരണം നിരവധി വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വന്നു. ഇത് രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ വലിയ ആശയക്കുഴപ്പത്തിനും യാത്രക്കാരുടെ ദുരിതത്തിനും കാരണമായി. പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യോമയാന മന്ത്രാലയം വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു. വ്യോമയാന മന്ത്രി, സിവിൽ ഏവിയേഷൻ സെക്രട്ടറി, DGCA ഉദ്യോഗസ്ഥർ എന്നിവരുമായി പീറ്റർ എൽബേസ് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ സിഇഒ കുറ്റസമ്മതം നടത്തിയെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയിലും സൗകര്യത്തിലും ഉണ്ടാക്കിയ വീഴ്ച അതീവ ഗൗരവത്തോടെയാണ് മന്ത്രാലയം കാണുന്നത്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം കാണാൻ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഈ കുറ്റസമ്മതത്തിന് പിന്നാലെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. എന്തുകൊണ്ട് കമ്പനിക്കെതിരെ നടപടി എടുക്കരുതെന്ന് നോട്ടീസിൽ ചോദിക്കുന്നു. സിഇഒ പീറ്റർ എൽബേസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. DGCAയുടെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി ഉണ്ടാകും. സിഇഒയുടെ തലപ്പത്ത് നിന്ന് തന്നെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും വലിയ പിഴയോ മറ്റ് നിയന്ത്രണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയും യാത്രാ സൗകര്യത്തെയും ബാധിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് മന്ത്രാലയം നൽകുന്നത്. ഇൻഡിഗോയുടെ പുതിയ FDTL ചട്ടങ്ങൾ നടപ്പാക്കാനുള്ള ഇളവുകൾ ഇൻഡിഗോയ്ക്ക് ഫെബ്രുവരി 10 വരെ മാത്രമാണെന്ന് വ്യോമയാന മന്ത്രാലയം കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ ആവശ്യമായ ക്രൂവിനെ നിയമിക്കുകയും പുതിയ ചട്ടങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. വിമാന ജീവനക്കാരുടെ വിശ്രമ സമയത്തിൽ ഇനി വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്ന് DGCA അറിയിച്ചു. സുരക്ഷിതമായ വിമാന സർവീസുകൾ ഉറപ്പാക്കുന്നതിൽ FDTL ചട്ടങ്ങൾ സുപ്രധാനമാണ്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഇൻഡിഗോ കമ്പനി ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കമ്പനി അറിയിച്ചു. ഇന്ന് കൂടുതൽ സർവീസുകൾ നടത്തുമെന്നും വിമാനങ്ങളുടെ സമയക്രമം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. റദ്ദാക്കിയ സർവീസുകൾക്ക് പകരമുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രതിസന്ധിക്ക് പ്രധാന കാരണം ജീവനക്കാരുടെ ദൗർലഭ്യമാണ്. പുതിയ FDTL ചട്ടങ്ങൾ വന്നതോടെ നേരത്തെ അനുവദിച്ചിരിക്കുന്ന സമയപരിധിയിൽ ജോലി ചെയ്യാൻ പൈലറ്റുമാർക്ക് സാധിക്കില്ല. ഇത് ഡ്യൂട്ടി സമയം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ക്രൂവിനെ നിയമിക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു. ആവശ്യത്തിന് പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂവിനെയും റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലനം നൽകുന്നതിലും കമ്പനി പരാജയപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് ആധാരം. ദിവസങ്ങളോളം തുടർന്ന വിമാനത്താവളങ്ങളിലെ അനിശ്ചിതാവസ്ഥ ആയിരക്കണക്കിന് യാത്രക്കാരുടെ യാത്രാ പ്ലാനുകളെ താറുമാറാക്കി. പലർക്കും ടിക്കറ്റ് തുക തിരികെ ലഭിക്കാനും ബദൽ യാത്രാ സംവിധാനം ഒരുക്കാനും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെക്കുറിച്ചോ വൈകുന്നതിനെക്കുറിച്ചോ കൃത്യസമയത്ത് അറിയിപ്പുകൾ ലഭിക്കാത്തത് യാത്രക്കാരുടെ രോക്ഷം വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ആഭ്യന്തര വ്യോമയാന വിപണിയിൽ ഇൻഡിഗോയ്ക്ക് വലിയ പങ്കാളിത്തമുണ്ട്. ഈ പ്രതിസന്ധി കമ്പനിയുടെ വിപണിയിലെ വിശ്വസ്തതയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറും. മറ്റ് വിമാന കമ്പനികൾ ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചേക്കാം. പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിച്ച് പുതിയ FDTL ചട്ടങ്ങൾ പാലിച്ച് സുരക്ഷിതമായ സർവീസുകൾ ഉറപ്പാക്കാൻ ഇൻഡിഗോയ്ക്ക് ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. മന്ത്രാലയത്തിന്റെ കർശന നടപടികൾ ഭാവിയിൽ മറ്റ് വിമാന കമ്പനികൾക്കും ഒരു മുന്നറിയിപ്പായി വർത്തിക്കും. യാത്രാ സുരക്ഷയും യാത്രക്കാരുടെ സൗകര്യവും പരമപ്രധാനമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്.